ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രമായതായി പരാതി. സ്വകാര്യ ബസ്സുകൾ ഇപ്പോഴും സ്റ്റാൻഡിൽ കയറാത്തതോടെ ടാങ്കർ ലോറികളടക്കമുള്ള വാഹനങ്ങളുടെ പാർക്കിംഗും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും വർദ്ധിച്ചതായി വ്യാപാരികളും നാട്ടുകാരും ആരോപിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് ഇന്നും പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. നോർത്ത് ജംഗ്ഷന്റെ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. അതിരപ്പള്ളി, പരിയാരം തുടങ്ങിയ മലയോര മേഖലകളിലേക്കുള്ള ബസ്സുകളും ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള സർവീസുകളും നോർത്ത് സ്റ്റാൻഡിലൂടെ ക്രമീകരിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഇതുവരെ സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ലെന്നാണ് പരാതി. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനുമുള്ള സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കാൻ നഗരസഭയും ബന്ധപ്പെട്ട വകുപ്പുകളും നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ബസ്സുകൾ എത്താതായതോടെ സ്റ്റാൻഡ് അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടാങ്കർ ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ സ്ഥിരമായി ഇവിടെ പാർക്ക് ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായും നാട്ടുകാർ പറയുന്നു. ബസ് സ്റ്റാൻഡ് സജീവമാകുമെന്ന പ്രതീക്ഷയിൽ കെട്ടിടത്തിലെ മുറികൾ വാടകയ്ക്കെടുത്ത വ്യാപാരികളും പ്രതിസന്ധിയിലായി. ബസ് സർവീസുകൾ ആരംഭിക്കാത്തതിനാൽ വ്യാപാരം നഷ്ടത്തിലാണെന്നും അവർ പരാതിപ്പെടുന്നു. നോർത്ത് ബസ് സ്റ്റാൻഡ് എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കുകയും അനധികൃത പാർക്കിംഗും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അവസാനിപ്പിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി.